ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിഗ്നേച്ചർ ബർണിഷ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. അത് ഒരു കല്യാണ മീൻകറിയാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് അതൊന്ന് ചെറുതായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമുളക് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സോക്ക് ചെയ്ത പുളിവെള്ളം ഒഴിക്കാം. അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പും ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 15 മിനിറ്റാണ് വേവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉലുവാപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം. ഇത് ഞങ്ങളുടെ കോട്ടയം ഭാഗത്ത് കല്യാണത്തലേന്നുണ്ടാക്കുന്ന മീൻകറിയാണ്. ഇതിൽ സവോളയും പച്ചമുളകും ഒന്നും ചേർത്തിട്ടില്ല. ഇതെല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.